ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം കോഡ്. എം കോഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ നമ്മൾ ഈ ചാനലിൻ്റെ അകത്ത് ഒരുപാട് പൈത്തൺ റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫോർ ലൂപ്പ് എന്നാണ്. ഓക്കെ, സോ ഫോർ ലൂപ്പിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ നമ്മൾ നേരത്തെ സ്ട്രിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലേ. സോ നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻഡെക്സ് വെച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനിവിടെ ഒരു എസ് എന്ന് പറയുന്നു. ഓക്കെ, എൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഹലോ വേൾഡ്. ഓക്കെ, ഹലോ വേൾഡ് കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒന്ന് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ മാർഗം? നമുക്ക് ആകെ അറിയാവുന്ന ഒരു മാർഗം എന്താണ്? ജസ്റ്റ് പ്രിന്റ്, അതിനുശേഷം എന്ത് ചെയ്യുക? എസ് ഓഫ്. ഓക്കെ, ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂ നമ്മൾ നോക്കണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എസ് ഓഫ് 0 പ്രിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എസ് ഓഫ് 1 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ 0 കൊടുക്കുന്നു, ഇവിടെ 1 എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ 2 എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ 3 എന്ന് കൊടുക്കുന്നു, ആൻഡ് ദിസ് ഈസ് 4. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് കിട്ടി. ഓക്കെ, ഹലോ, നൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹലോ വേൾഡ് എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഏത് വരെ എഴുതണം? ഇത് 4th ഇൻഡെക്സിലാണ് ആരെടുക്കുന്നത്? ഓ എടുക്കുന്നത്. ഫിഫ്ത്ത് ഇൻഡെക്സിൽ ഒരു സ്പേസ് എടുക്കുന്നുണ്ട്, 7th ഇൻഡെക്സിൽ ഡബ്ല്യു എടുക്കുന്നുണ്ട്, അവസാനം ഡി വരെ നമ്മളിങ്ങനെ പ്രിന്റ് ചെയ്യണം. സോ ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളൊരു സ്ട്രിങ്ങിന്റെ അകത്ത് അതിനെ ഓരോന്നിനും ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് പൈത്തണിൻ്റെ അകത്ത് ലൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ലൂപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സീക്വൻസിനെ നമുക്ക് ഈസി ആയിട്ട് ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നോക്കാം. സോ ലൂപ്പിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. നമുക്ക് ഒരുപാട് ലൂപ്സ് ഉണ്ട്. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഫോറും വൈൽ ലൂപ്പും ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫോർ മാത്രമാണ്. വൈൽ ലൂപ്പിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സീക്വൻസിനെ, ഓക്കെ, സീക്വൻസിനെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുന്നത് സ്ട്രിങ് ആണ്. നമുക്ക് ഒരുപാട് ഐട്രബിൾ ഉണ്ട് അല്ലെങ്കിൽ സീക്വൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഉണ്ട്, ടുപ്പിൾ ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്. സോ അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത് എന്ത് മാത്രമാണ്? നമുക്കറിയാവുന്നത് സ്ട്രിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ്ങിന്റെ എക്സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇതിനെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർ, ഓക്കെ, ഫോർ ഐ ഇൻ എസ്. ഓക്കെ ഓക്കെ, സോ ഇതാണ് ഇതിന്റെ സിൻടാക്സ്. സോ ഇതെന്താ നോക്കാം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഐ ഇൻ എസ് എന്ന് പറയുന്നത്, ഇൻ എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ എന്താ ചെയ്യുക? ഇൻ എന്ന് പറയുന്നത് ഒരു സബ് സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഒരു സബ് സ്ട്രിങ്ങിനെ ആ കംപ്ലീറ്റ് സ്ട്രിങ്ങിന്റെ അകത്ത് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഐട്രബിളിന്റെ അകത്ത്, കുറച്ചുകൂടി ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐട്രബിളിന്റെ അകത്ത് ഒരു എലമെന്റ് പ്രസന്റ് ആണോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഐട്രേറ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? എസിന്റെ അകത്ത് ആദ്യത്തെ ഐ ഉണ്ടോ നോക്കും. ഓക്കെ, ആദ്യത്തെ ഐ എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ അകത്തുള്ള ഫസ്റ്റ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ വാല്യൂ ഇ ആയിരിക്കും, മൂന്നാമത്തെ എൽ ആയിരിക്കും, നാലാമത്തെ ഒ ആയിരിക്കും. സോ ഈ ഫോർ ലൂപ്പ് മൊത്തം ഈ ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിന്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഐട്രേറ്റ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നൈസ്. എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഓരോ ഇൻഡെക്സിനുള്ളിൽ പെറുക്കിയിട്ട് എഴുതുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു വെറും സ്ട്രിങ്ങിന് മാത്രമുള്ളതല്ല, ഏതൊരു ഐട്രബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, നൈസ്. നമുക്ക് ഇവിടെ ഒന്നും ഇതിനെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എസ് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടി? നൈസ്. അതിനകത്തുള്ള ഓരോ എലമെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു സീക്വൻസിനെ അല്ലെങ്കിൽ ഐട്രബിളിനെ ഐട്രേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ വേറെ ലോജിക് ഒക്കെ വേണമെങ്കിൽ
എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും ഐട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒറ്റ സംഖ്യകൾ മാത്രം മതി എന്ന് വിചാരിക്കാം. സോ നമ്മൾ നേരത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറയാണ് ഇഫ് എന്താണ് ഈ ഐ എന്ന് പറയുന്നത്. സോ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എന്ന് പറയുന്നത് ഓരോ എലമെന്റുകളാണ്. സോ ഇതിൻ്റെ അകത്ത് 1 2 3, ആദ്യത്തെ ഐട്രേഷൻ്റെ അകത്ത് ഐൻ്റെ വാല്യൂ 1 ആണ്. സോ രണ്ടാമത്തെ 2 ആണ്, 3 ആണ്, 4 ആണ്. അങ്ങനെ അവസാനത്തെ ഐട്രേഷനൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇതിവിടെ 9 വരെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇതിനകത്ത് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പോകണം, ഞാൻ എന്ത് ചെയ്യാൻ പറയണം, ഓക്കെ, ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് ഇരട്ട സംഖ്യകൾ മാത്രം മതി. ഓക്കെ, എന്ന് വെച്ചാൽ 3ഉം 5ഉം 7 ഒന്നും വേണ്ടാന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോജിക് കൂടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതെന്താ ലോജിക്. ഓക്കെ, നൈസ്. ഓക്കെ, സോ ഇതെന്താ സംഭവം, ഇഫ് ഐ എന്ന് പറയുന്ന നമ്പറിനെ, സോ ഇവിടെ ആദ്യത്തെ പ്രാവശ്യം 1 വരും, രണ്ടാമത്തെ പ്രാവശ്യം 2 വരും, 3 വരും, ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണെങ്കിൽ, ഓക്കെ, ഇരട്ട സംഖ്യേനെ മാത്രമേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ, 0 കിട്ടത്തുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഐകളെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓ നൈസ്, എന്ത് കിട്ടി, 2 4 6 8. എന്താണ് ബാക്കിയുള്ളതൊക്കെ, എന്താണ്, ഒറ്റ സംഖ്യയാണ്. നോക്കാം, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടത്തില്ല, 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടത്തില്ല. സോ ഇത്തരത്തിലുള്ള ബാക്കി ലോജിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എഴുതാൻ സാധിക്കുന്നതാണ്. സോ ബേസിക്കലി ഫോർ ലൂപ്പ് ചെയ്യുന്നത് ഒരു സീക്വൻസിനെ ഐട്രേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, നൈസ്. സോ അങ്ങനെയാണ് നമുക്ക് ഫോർ ലൂപ്പ്, ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് എഴുതാൻ പഠിച്ചു. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഞ്ച് ഫംഗ്ഷൻ ആണ്. ഓക്കെ, റേഞ്ച് ഫംഗ്ഷൻ. സോ എന്താണ് റേഞ്ച് ഫംഗ്ഷൻ? സോ റേഞ്ച് ഫംഗ്ഷൻ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എന്തിനാണ് റേഞ്ച് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ അത് മനസ്സിലാക്കാനായിട്ട് ഈസിലി ആയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ വീണ്ടും എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഹായ്. ഓക്കെ, 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 ഞാൻ എസിൻ്റെ അകത്ത് 1 2 3 4 5 തവണ ഹായ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഐട്രേറ്റ് ചെയ്യാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സിനെ പ്രിന്റ് ചെയ്യുന്നത്, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് കിട്ടി നമുക്ക്, 1 2 3 4 5. ഓക്കെ, ഇത് എക്സ്പെക്റ്റഡ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ഐ ട്രിബിളിൻ്റെ അകത്തുള്ള എലമെന്റ്സിനെ ഐട്രേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യാം. എനിക്കിപ്പോൾ ഇത് 5 തവണ ഹായ് എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സപ്പോസ് എനിക്കൊരു 100 തവണ ഹായ് എന്ന് പ്രിന്റ് ചെയ്യണം വിചാരിക്കുക, എന്താ ചെയ്യുക? ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ അകത്ത് പിടിച്ചിട്ട് 100 തവണ ഹായ് എന്ന് പറയുന്നിട്ടുള്ള എലമെന്റിനെ എഴുതുക, അതിനുശേഷം ഐട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, ഇത്ര ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ. ഓക്കെ, പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് വെച്ചാൽ യെസ്, പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ബട്ട് കുറച്ചുകൂടെ നല്ല അപ്രോച്ച് ഉണ്ടോ നോക്കാം. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ പഠിക്കുന്നത്. ഓക്കെ, സോ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇത്ര തവണ നമുക്കൊരു സംഭവം ഒരു ആക്ടിവിറ്റി ചെയ്യണം, അല്ലെങ്കിൽ ടൈംസ് നമുക്കൊരു ഒരു സാധനത്തെ ഐട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. സോ നമ്മുടെ കേസിൽ നമുക്ക് എന്താണ് വേണ്ടത്, 10 തവണ. ഓക്കെ, 10 തവണ ഹായ് പ്രിന്റ് ചെയ്യണം. സോ അതിനെന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ എസിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കളയാം. ഓക്കെ, എന്നിട്ട് ഫോർ എക്സ് ഇൻ, ഇവിടെ നമുക്ക് എക്സ് എന്നല്ല എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഐ എങ്കിൽ ഐ, എക്സ് ആണെങ്കിൽ ഇതൊരു വേരിയബിൾ ആണ്, നമുക്ക് ഏത് വാല്യൂ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആസ് എ വേരിയബിൾ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, ഇവിടെ നമ്മൾ ആ പുതിയ ഫംഗ്ഷനെ കൊണ്ടുവരാൻ പോകണം. ഓക്കെ, അതിൻ്റെ പേര് റേഞ്ച് എന്നാ. ഓക്കെ, നൈസ്. അവിടെ 10 തവണ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്ര തവണ ആ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യണം, 10 തവണ. ഇനി ഓരോ തവണ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ട ഒന്നുമില്ല, ഹായ് എന്ന് പ്രിന്റ് ചെയ്യുക. ഓക്കെ, നൈസ്, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓ നൈസ്, നമുക്ക് 10 തവണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് വെരി യൂസ്ഫുൾ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒരു ഐ ട്രിബിളിൻ്റെ അകത്ത് ഹായ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക, എത്ര തവണ വേണമെന്ന് നമ്പർ കൊടുക്കുക, അതിനുശേഷം പ്രിന്റ് ചെയ്യുക. നൈസ്. ഓക്കെ, ഇനി ഓക്കെ, ഇതിപ്പോ അപ്പോൾ ഒരു സംശയം ഇതിനകത്ത്, അപ്പോൾ എന്തിനാണ് ഐ? ഓക്കെ, 10 തവണ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ സിൻടാക്സ് കൊടുത്തു. പക്ഷേ ഇവിടെ ഒരു ഐ ഉണ്ട്,
നമ്മളാണെങ്കിൽ ഐ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഐ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഐനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താണ് ഐ? ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് മനസ്സിലായി? ഐ എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ 9 വരെയാണ്. സോ ഇതൊരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് ആണ്. ഓക്കെ, സോ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 9 എന്ന് പറയുന്ന സമയത്ത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 10 എലമെന്റ്സ് ഉണ്ട് അല്ലേ? 1 2 3 4, 10ാമത്തെ എലമെന്റ് ആണ് എന്ത്? 9 എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഐ എന്ന് പറയുന്നത് റേഞ്ച് ഫംഗ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന ഈ നമ്പറിനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ, 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വരെ ഉണ്ടോ? ഇല്ല, ഇവിടെ 9 വരെ ഉള്ളൂ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? 9 വരെ മതി. അപ്പൊ നമുക്ക് ജസ്റ്റ് 9 കൊടുത്തു നോക്കാം, എന്താ സംഭവിക്കുക? ഓ, നൈസ്. അപ്പൊ എന്താ സംഭവിച്ചേ? 9 കൊടുക്കുമ്പോൾ നമുക്ക് 8 വരെ കിട്ടുന്നുള്ളൂ. ഓക്കെ, 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഫംഗ്ഷൻ്റെ അകത്തുള്ള ഫസ്റ്റ് പാരാമീറ്റർ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ, ഓക്കെ, നമ്മൾ ഒറ്റ പാരാമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ആദ്യത്തെ പാരാമീറ്റർ ശരിക്കും അവിടെ എന്തുണ്ട്? ഒരു 0 ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, ഈ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എവിടെ വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്? നമ്മളിവിടെ കൊടുക്കുന്ന പാരാമീറ്റർ -1. ഓക്കെ, ഇവിടെ നമ്മളൊരു നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. ഇതൊരു ഇൻറ്റിജർ മാത്രമാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത്ര ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര തവണ. അവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ട്രിങ്ങോ മറ്റു ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്പർ കൊടുക്കേണ്ടത്. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പറിനെക്കാട്ടിലും ഒന്ന് കുറവായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ അകത്ത് ആ റേഞ്ച് വരുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ടോട്ടൽ റേഞ്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിന് 10 കൊടുത്തു കഴിഞ്ഞാൽ 10 തവണ വരുമെങ്കിലും അത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കൊടുക്കുന്ന നമ്പർ -1 ആണ്. സോ നമ്മളിവിടെ 9 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 8 വരെ കിട്ടുള്ളൂ. ഓക്കെ, 8 കൊടുത്താൽ എന്താ സംഭവിക്കുക? 7 വരെ കിട്ടുള്ളൂ. സോ ബേസിക്കലി ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 2 പാരാമീറ്റർ ആണുള്ളത്. ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 പാരാമീറ്റർ ഉള്ളത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന നമ്പറിനെക്കാട്ടിലും ഒന്ന് കുറവായിരിക്കും ആ റേഞ്ചിന്റെ അവസാനത്തെ വാല്യൂ. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് ഫംഗ്ഷനകത്തുള്ള രണ്ടാമത്തെ പാരാമീറ്റർ എക്സ്ക്ലൂഡർ ആണ്. ഓക്കെ, അത് എന്തില്ല, ആ റേഞ്ചിന്റെ അകത്ത് വരുന്ന നമ്പർ അല്ല, അതിനെക്കാട്ടിലും ഒന്ന് കുറഞ്ഞാ വരിക. സോ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 to 9. ഓക്കെ, 0 to 9. ഇനി 11 കൊടുത്താലോ? 0 to 10. ഓക്കെ, നൈസ്. സോ അങ്ങനെയാണ് നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത്, നമ്മൾ ഒരു പാരാമീറ്റർ ആണ് കൊടുക്കുന്നതെങ്കിലും അവിടെ ഒരു 0 ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന നമ്പറിന്റെ ഒന്ന് കുറച്ചിട്ടുള്ള നമ്പർ ആയിരിക്കും അവസാനത്തെ ഐയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ അതായിരിക്കും ആ റേഞ്ച്. അപ്പോൾ ടോട്ടൽ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? 11 ഉണ്ടാവും. കാരണം എന്താ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 to 10 ഇവിടെ ഉണ്ട്, പിന്നെ 0 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 11 ഉണ്ട്. നൈസ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് 0 കൊടുക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി. ഓക്കെ, 11 കൊടുത്തു കഴിഞ്ഞാൽ 0 to 10, 12 കൊടുത്തു കഴിഞ്ഞാൽ 0 to 11. ഓക്കെ, ഫൈൻ. സോ ഇവിടെ 11 കൊടുത്തു കഴിഞ്ഞാൽ 0 to 10. ഫൈൻ. ഇനി ഇതിനകത്ത് എനിക്ക് ഈ റേഞ്ച്, ഇത് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 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 റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ മുതൽ അടുത്ത റേഞ്ച്. ഓക്കെ, എങ്ങനെ പറയാം അതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ്, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിന് നമുക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യണ്ട? ഐട്രേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ കേസിൻ്റെ അകത്ത് 0 വേണം. ഓക്കെ, 2 വേണം, 4 വേണം, 6 വേണം, 8 വേണം, 10 വേണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഇഫ് കണ്ടീഷൻ എഴുതാം അല്ലേ? ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇരട്ട സംഖ്യയാണെങ്കിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ലോജിക് ഒക്കെ എഴുതാൻ പറ്റും. അതല്ലാതെ ഇതിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റേഞ്ച് ഫംഗ്ഷനകത്ത് തന്നെ അതിനൊരു മാർഗമുണ്ട്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ അവസാനത്തെ പാരാമീറ്റർ ആയിട്ട് ഒരു മൂന്നാമത്തെ പാരാമീറ്റർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവിടെ നമുക്ക് ഇൻക്രിമെന്റ് ആണ് കൊടുക്കേണ്ടത്. സോ ബേസിക്കലി നമ്മൾ ഇൻക്രിമെന്റ് വാല്യൂ 1 ആയിരിക്കും ബൈ ഡിഫോൾട്ട്. ഇപ്പോൾ നമ്മൾ 11 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 11 കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം നേരത്തെ പറഞ്ഞു 0 ഒളിഞ്ഞു കിടപ്പുണ്ട്, 11 ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പാരാമീറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ്? 1 ആണ് ബേസിക്കലി ഇൻക്രിമെന്റ് വാല്യൂ. ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, യാതൊരു പ്രശ്നമില്ല, 0 to ഇല്ല. അപ്പോൾ എന്താണ് ഈ 1? സോ 1 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ആണ്. സോ 0യിൽ നിന്ന്
എത്ര വെച്ച് കൂട്ടണം എന്നുള്ളതാണ്. സോ സീറോയിൽ നിന്ന് എന്താണ് ഒന്ന് വെച്ച് കൂട്ടണം. സോ അപ്പോൾ സീറോയിൽ നിന്ന് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 1 ആണ്. ആ 1നോട് വീണ്ടും ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, വീണ്ടും ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 3 ആണ്. സോ ഈ ബേസിക്കലി ഇവിടെ ഒരു ഒന്ന് കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കിതിനെ 2 ആക്കി കൊടുക്കാം. എന്താ സംഭവിക്കുക? ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓ നൈസ്. എന്താണ് ചെയ്തത്? സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. സോ 1 ഉണ്ടാവില്ല, 0 സ്റ്റാർട്ട് ചെയ്ത് 0 1, 1 ഉണ്ടാവില്ല 2, 3 ഉണ്ടാവില്ല 4, 5 ഉണ്ടാവില്ല 6, ആ രീതിയിലാണ് ഇപ്പോൾ പ്രിന്റ് അയക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 3 കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? സീറോയിൽ നിന്ന് 3 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പം 3, പിന്നെ എന്ത് ചെയ്യണം? അടുത്ത മൂന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള 6, അടുത്ത മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് 9, പിന്നെ അടുത്ത നമുക്ക് 12 ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? നമ്മുടെ റേഞ്ച് അത്രയില്ല. റേഞ്ച് എത്രയേ ഉള്ളൂ? 10 വരെ ഉള്ളൂ, അല്ലെങ്കിൽ 11 വരെ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് റേഞ്ച് ഫംഗ്ഷനെ കുറിച്ച് 3 കാര്യങ്ങളാണ്. റേഞ്ച് ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന 3 പാരാമീറ്റർ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. രണ്ടാമത്തെ പറയുന്നത് അത് എൻഡിങ് ആണ്, പക്ഷെ അത് എക്സ്ക്ലൂഡർ ആണ്. മൂന്നാമത്തേത് പറയുന്നത് ഒരു ഇൻക്രിമെന്റ് വാല്യൂ കൂടെ ഉണ്ട്. അതിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കാണുക. സോ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.